Hello students, today we are studying about the 4th semester BCom Management of Cooperatives-ലെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് എന്ന യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദി കേരള. പ്രധാനമായി രണ്ടെണ്ണമാണ് നോക്കുന്നത്. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ ആൻഡ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ ഫെഡ്. ഈ രണ്ട് ഭാഗമാണ് പ്രധാനമായി നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. Consumer Cooperatives Overview. Kerala has 40 district wholesale store, 333 primary consumer stores and 1082 service cooperative societies. കേരളത്തിൽ 14 ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസ് ഉണ്ട്, 333 പ്രൈമറി കൺസ്യൂമർ സ്റ്റോർസ് ഉണ്ട്, അതുകൂടാതെ 1082 സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഉണ്ട്. എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ്റെ കീഴിലാണ്. 18 എംപ്ലോയീസ് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഫങ്ഷൻ അണ്ടർ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. ടേൺ ഓവർ എന്ന് പറയുന്നത് 110 crores ആണ് ആനുവലി. പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ പ്രൈസ് റെഗുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രൈസ് റെഗുലേഷനിലും അതുകൂടാതെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോഴ്സ് ആണ്. ഈ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് സെൻട്രലി സ്പോൺസേർഡ് സ്കീമിൻ്റെ കീഴിലാണ്. 3 പാറ്റേൺസ് ഉണ്ട്: യൂണിറ്ററി, ഫെഡറൽ, മിക്സ്ഡ്. കൂടുതൽ സ്റ്റേറ്റും ഫോളോ ചെയ്യുന്നത് ഫെഡറൽ പാറ്റേൺ ആണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് റവന്യൂ ഡിസ്ട്രിക്റ്റിലേക്ക് കൺഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ആണ്. പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് സെറ്റപ്പ് ചെയ്യുക, അതുകൂടാതെ കോർഡിനേറ്റ് ആൻഡ് അസിസ്റ്റ് അഫിലിയേറ്റഡ് സൊസൈറ്റി. പിന്നെ ഓപ്പൺ റീറ്റെയിൽ ബ്രാഞ്ചസ് ഓപ്പറേറ്റ് ചെയ്യുക. അംഗീകൃതമായ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 ലക്ഷമാണ്, അതായത് 100 per share. ഷെയർ വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. ഇനി ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൻ്റെ വർക്കിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. മെയിൻ ഫങ്ഷന് എന്ന് പറയുന്നത് വെച്ചാൽ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ആണ്. സൂപ്പർ മാർക്കറ്റ്സ്, ഗോഡൗൺസ്, ഇതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 11 മെമ്പേഴ്സാണ്, 2 ഇയേഴ്സിൻ്റെ ടേമിലാണ്. പിന്നെ മാനേജിംഗ് ഡയറക്ടർ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓൺ ഡെപ്യൂട്ടേഷൻ. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ റിസർവ് ഫണ്ട് 15% മിനിമം ഉണ്ടാകണം. പിന്നെ എഡ്യൂക്കേഷൻ ഫണ്ട് റൂൾ പ്രകാരമായിരിക്കണം. പിന്നെ ഡിവിഡൻഡ് മാക്സിമം എന്ന് പറയുന്നത് 20%. പിന്നെ ബാക്കിയുള്ളത് ബോണസ് ഫോർ എംപ്ലോയീസ്, കോമൺ ഗുഡ് ഫണ്ട്സ് എക്സെട്ര. നെക്സ്റ്റ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ, കൺസ്യൂമർ ഫെഡ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1965 ഹെഡ് ക്വാർട്ടേഡ് ഇൻ എറണാകുളം. എപെക്സ് സൊസൈറ്റി ഫോർ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോഴ്സ് ഇൻ കേരള. ഇതെന്ന് പറയുന്നത് എപെക്സ് സൊസൈറ്റിയാണ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോഴ്സിന് കേരളത്തിൽ. പിന്നെ ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻ ചെയ്യുന്നത് സ്റ്റേറ്റ് മുഴുവനുമാണ്, എൻറ്റയർ സ്റ്റേറ്റ്. മെമ്പർഷിപ്പ് നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോഴ്സ് ഗവൺമെൻറ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നിവർക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ ബൾക്ക് പർച്ചേസ്, പിന്നെ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്, പിന്നെ സ്റ്റോറേജ്, പാക്കിങ്, ട്രാൻസ്പോർട്ട് അറേഞ്ച്മെൻറ്റ്സ്, പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, പിന്നെ ടെക്നിക്കൽ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക അഫിലിയേറ്റഡ് സ്റ്റോഴ്സിലേക്ക്. ഇനി കൺസ്യൂമർ ഫെഡിൻ്റെ വർക്കിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. ഫണ്ട്സ് നോക്കുകയാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഫ്രം മെമ്പേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ്, ലോൺസ് ആൻഡ് ഗ്രാൻറ്റ്സ്, ഇങ്ങനെയുള്ള രീതിയിലാണ് ഫണ്ട് ഇവർ കിട്ടുന്നത്. പിന്നെ ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ജനറൽ ബോഡി വിത്ത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രം ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോഴ്സ്. പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 7 മെമ്പേഴ്സാണുള്ളത് ഫോർ പ്രൊമോട്ട് ഡിസിഷൻസ്. പിന്നെ ഫിനാൻഷ്യൽ പ്രോഗ്രസ്. ഇനീഷ്യലി ലോസ് ആയിരുന്നു, 1969 മുതൽ 70 വരെ ലോസ് ആയിരുന്നു. പിന്നെ 1970 മുതൽ 71 വരെ പ്രോഫിറ്റായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോഴ്സിനെ പറ്റിയിട്ടും പിന്നെ
കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനും അതുകൂടാതെ കൺസ്യൂമർ കോപ്പറേറ്റീവ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു കേരള. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന മെയിൻ ടേം എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഓപ്പറേഷന്, ഒബ്ജക്റ്റ്, ഫണ്ട്സ്, ലയബിലിറ്റി, മെമ്പർഷിപ്പ്, വർക്കിംഗ്, മാനേജ്മെൻറ്റ്, ഇതെല്ലാമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.